നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 4-ാം തിരുലിഖിതം. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ വചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവമക്കളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഒരനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് റിജു മേരി ജോസ്. കാഞ്ഞിരപ്പള്ളിയിലാണ് താമസം. ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് നൽകിയൊരു വലിയ സൗഖ്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ തൊണ്ടയിൽ ഒരു ദശ വളരുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഓപ്പറേഷൻ വഴി എടുത്തു കളയണം. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ അന്ന് രാത്രിയിൽ ഞങ്ങൾ വീട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ടി വിയിൽ കൂടി പറഞ്ഞു, രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവീൻ എന്ന്. ഈ സമയം എൻ്റെ ആൻറ്റി എൻ്റെ തലയിൽ കൈവച്ച് ആ തൊണ്ടയിലെ മുഴ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് 2 പ്രാവശ്യം ചുമ വന്നു. ഞാൻ ചുമച്ചു. അപ്പോൾ തന്നെ എൻ്റെ തൊണ്ടയിൽ വോക്കൽ കോഡിൽ വളർന്നു വന്നിരുന്ന ദശ അടർന്ന് എൻ്റെ വായിൽ വന്നു. അത് ഞാൻ എടുത്ത് വീട്ടിലുള്ളവരെ കാണിച്ചു. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ളൊരു മുഴ ബ്രൗൺ നിറത്തിലിരുന്നു. ഞങ്ങളത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേന്ന് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹം പരിശോധിച്ചപ്പോൾ എൻ്റെ തൊണ്ടയിൽ മുഴയുണ്ടായിരുന്ന ഭാഗത്ത് ആ ദശ കാണുന്നില്ല. അദ്ദേഹത്തിന് ഇതിന് അത്ഭുതമായി. ഒരു തുള്ളി രക്തം പോലും വന്നിരുന്നുമില്ല. ഇനി ഓപ്പറേഷൻ ആവശ്യമില്ല, നിൻ്റെ രോഗം സൗഖ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ തിരിച്ചയച്ചു. യേശുവിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധിച്ചു നോക്കുക. ഒരു നെല്ലിക്കയോളം വലിപ്പമുള്ളൊരു ദശ വളർന്ന് തൊണ്ടയിൽ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടുള്ള പീഡനിമിത്തം അത് ഓപ്പറേഷൻ നിശ്ചയിച്ച അന്ന് രാത്രി ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു വ്യക്തി ഈ വ്യക്തിയുടെ ശിരസിലേക്ക് കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് സൗഖ്യം ഒരു യാഥാർത്ഥ്യമായി മാറി. ഹല്ലേലൂയ. ഈ സമയം എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഓരോരുത്തരും എവിടെയാണോ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ട്. ഇപ്പോൾ രോഗികളായ ആരെങ്കിലും നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. രോഗികളായ ഓരോരുത്തരെ, ഒരുപക്ഷെ കട്ടിലിൽ കിടക്കുന്ന കിടപ്പ് രോഗികളായിരിക്കാം, ഒരുപക്ഷെ കൈയും കാലും അനക്കാൻ പറ്റാതെ കസേര കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് സംബന്ധമായ രോഗമായിരിക്കാം, ഒരുപക്ഷെ എത്ര ചികിത്സിച്ച് സൗഖ്യം കിട്ടാത്ത ചില മാരക വ്യാധികളായിരിക്കാം, ക്യാൻസർ രോഗമായിരിക്കാം, ഡോക്ടർമാർ ഉപേക്ഷിച്ചൊരു അവസ്ഥയിലായിരിക്കാം. നാളെ ഡോക്ടർ
ഡോക്ടറുടെ അടുത്ത് പോയി ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാകാം. എന്തുമാകട്ടെ, മകനെ മകളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, മകനെ രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് നീ പിന്തിരിയുക. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ഇന്ന് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ മകനിലേക്കും മകളിലേക്കും അത്ഭുത ശക്തി വ്യാപരിക്കാൻ ഇടവരുത്തണമേ. അവിടുന്ന് 145-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ പഠിപ്പിച്ചു, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. ഈ ഒരു അനുഭവം ഇപ്പോൾ ഈ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ഒരു അനുഭവം ഇപ്പോൾ ഈ രോഗികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. ഈ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ജെറമ്യാ പ്രവചനത്തിൽ 31-ാം അധ്യായം 12-ാം തിരുലിഖിതം, ആഹ്ലാദ ആരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശേഷദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവയാൽ അവർ സംതൃപ്തരാകും. ഈ വചനപ്രകാരം ഇപ്പോൾ ഓരോ കുറവുകളിലും കണ്ണുനീരിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, രോഗപീഠകൾ കെട്ടുകൾ അഴിയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, രോഗങ്ങളെ, രോഗപീഠകളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോവുക. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. പകർച്ചവ്യാധികൾ, മഹാവ്യാധികൾ, ചികിത്സ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ വിശ്വാസം മങ്ങിപ്പോയവർ, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവർ, മന്ദത, മരവിപ്പ് ഇവ ബാധിച്ച് ബന്ധനത്തിൽ കിടക്കുന്നവർ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ആത്മീയ കാര്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവികമായ ശക്തി കാണാൻ പറ്റാത്ത വിധം സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ഓരോ മകളിൽ നിന്നും അശുദ്ധ ശക്തികളെ, ദുരാത്മാക്കളെ നസ്രായന നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദൈവമക്കളെ വിട്ട് നീ നിത്യപാതാളത്തിലേക്ക് ഇപ്പോൾ നിബന്ധിക്കുക. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന. ബാലികാ ബാലന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ. യുവതി യുവാക്കന്മാരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് ജോലി തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ വിട്ടുമാറിപ്പോവട്ടെ. ഹാലലുയ, ഹാലലുയ. ദൈവമേ, അങ്ങയുടെ മഹാത്ഭുതത്തിൻ്റെ അതിശയശക്തി ഓരോ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹാലലുയ, ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 1-2 തിരുലിഖിതങ്ങൾ, അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാണ്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. വാക്ക് ബിഫോർ മീ ആൻഡ് ബി പെർഫെക്റ്റ്. നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. 2 സംഗതികൾ ദൈവമായ കർത്താവ് അബ്രഹാമിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, നീ എൻ്റെ മുമ്പിൽ ജീവിക്കുക, നീ എൻ്റെ മുമ്പിൽ നടക്കുക. ഒന്ന്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. 2, കുറ്റമറ്റവനായിരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഇതിൽ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. അബ്രഹാം ഇപ്പോൾ സാറായുടെ മുമ്പിൽ വ്യാപരിച്ച് കയ്യടി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ലോത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ പലരുടെയും മുമ്പിൽ അബ്രഹാം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ സുസമ്മതനാകാൻ, അവരുടെ അപ്രീതി വരാതിരിക്കാൻ, അവരുടെ മുമ്പിൽ സ്വീകാര്യനാകാൻ അവരുടെ മുമ്പിൽ അബ്രഹാം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നോടും നിങ്ങളോട് സകലരോട് ആവശ്യപ്പെടുകയാണ്, ഏക സത്യ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വ്യാപരിക്കണം. ഏക സത്യ ദൈവമായി ഇന്നും ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നീ ജീവിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ നീ വ്യാപരിക്കുക. നിന്റെ ജീവിതം കർത്താവിൻ്റെ കണ്ണുകളുടെ മുമ്പിലാണെന്ന് നീ അറിയുക. 139-ാം സങ്കീർത്തനത്തിൽ 2-3 തിരുലിഖിതങ്ങൾ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ
അവിടുന്ന് അകലെ വെച്ച് തന്നെ മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും അങ്ങൊന്ന് പരിശോധിച്ചറിയുന്നു. ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. 139 സങ്കീർത്തനത്തിലെ 4-ാമത്തെ തിരുലിഖിതം. അവിടുന്ന് എൻ്റെ മുമ്പിലും എൻ്റെ പിൻപിലും എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. അപ്രാപ്യമാംവിധം ഉന്നതമാണല്ലോ ഈ അറിവ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ മേലുണ്ട്. എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു. എൻ്റെ പുറകിൽ എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏക സത്യ ദൈവത്തിൻ്റെ മുമ്പിലാണ് എൻ്റെയും നിങ്ങളുടെയും സകല മർത്യരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഇന്ന് എന്നോടും നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങൾ ബോധവാനാകണം. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നീ തിരസ്കൃതനാകും. ഇതാ സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 6-7 തിരുലിഖിതങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് വകതിരിവില്ലാതെ നടന്ന് ദൈവത്തനിൽ തിരസ്കരിക്കപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. 1 സാമുവേൽ 16-ാം അധ്യായത്തിലെ 6-7 തിരുലിഖിതങ്ങൾ. ഈ രംഗം ഇതാണ്. സാമുവേൽ പ്രവാചകൻ ജെസയുടെ ഭവനത്തിലേക്ക് ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഒരു രാജാവിനെ വാഴിക്കാൻ വേണ്ടി ജെസയുടെ കുടുംബത്തിലേക്ക് ചെല്ലുകയാണ്. 1 സാമുവേൽ 16-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. അവൻ വന്നപ്പോൾ സാമുവേൽ എലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജെസയുടെ കുടുംബത്തിൽ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി സാമുവേൽ പ്രവാചകൻ കർത്താവിനാൽ അയക്കപ്പെട്ട് എത്തിച്ചേർന്നു. അപ്പോൾ ജെസെ കുടുംബത്തിലെ ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ്റെ പേരാണ് ഏലിയാബ്. എന്താ ഏലിയാബിൻ്റെ പ്രത്യേകത? അവന് നല്ല ആകാര വടിവ്, നല്ല ഉയരം, ആവശ്യത്തിന് വണ്ണം, നല്ല ആരോഗ്യം, നല്ല മിടുക്ക്, നല്ല സാമർഥ്യം. എന്താ അപ്പം ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ ഇന്ന് വരെ മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ സ്വീകാര്യനാക്കാൻ അവൻ്റെ ആരോഗ്യത്തെ അവൻ ശ്രദ്ധിച്ചു, അവൻ്റെ ശരീരത്തിൽ അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ ജീവിതത്തിന് ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ വേണ്ടി അവൻ പരമാവധി അവന് കിട്ടിയ അറിവനുസരിച്ച് അവൻ ആരോഗ്യമുള്ളവനായി, സാമർഥ്യമുള്ളവനായി, മിടുക്കുള്ളവനായി, ഭംഗിയുള്ളവനായി. അതുകൊണ്ട് നീ അവനെ ഗവനിക്കേണ്ട, ഞാൻ അവനെ തിരസ്കരിച്ചതാണ്. എന്നിട്ട് വിശുദ്ധ ലിഖിതങ്ങളുടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, മനുഷ്യർ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നവനാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നവനാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവ്. ഏക സത്യദൈവമായ ജീവിക്കുന്ന കർത്താവിന് മുമ്പിൽ നിന്റെ ഹൃദയം അവന് പ്രിയങ്കരമാംവിധം, അവന് സ്വീകാര്യമാംവിധം നിന്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെ നീ ക്രമീകരിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഒരുപക്ഷെ ഏലിയാവ് ആ കാര്യത്തിനെ കുറിച്ച് ഗവനിച്ചിട്ടുണ്ടാവില്ല. ജെസയുടെ എല്ലാ മക്കളെയും കൊണ്ടുവന്നു. എന്നാൽ അവരെല്ലാം ലോകപ്രകാരം ജീവിച്ച് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരാൻ അവർക്ക് സാധിച്ചില്ല. ലോകപ്രകാരമുള്ള ജീവിതത്തിൽ ലോകത്തിൻ്റെ കയ്യടി വാങ്ങാൻ, സൈന്യത്തിൽ ചേരാൻ, രാജ്യത്തിൻ്റെ അധികാരികളുടെ മുമ്പിൽ സ്വീകാര്യനാകാൻ തക്കവണ്ണം അവർക്ക് കഴിവുണ്ടായിരുന്നു. മനുഷ്യരുടെ മുമ്പിൽ അവർ സ്വീകാര്യരായിരുന്നു, ഭരണാധികാരിയുടെ മുമ്പിൽ സ്വീകാര്യരായിരുന്നു, ചുറ്റുമുള്ളവരുടെ മുമ്പിൽ, നാട്ടുകാരുടെ എല്ലാവരുടെ മുമ്പിൽ സ്വീകാര്യരായിരുന്നു. എന്നാൽ ജീവിക്കുന്ന ദൈവമായ കർത്താവ് അവരുടെ ഹൃദയഭാവത്തെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഇവരെ ഞാൻ അംഗീകരിച്ചിട്ടില്ല, ഇവരെ ഞാൻ തിരസ്കരിച്ചതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ,
എൻ്റെയും നിങ്ങളുടെയും ഹൃദയഭാവത്തിൻ്റെ കേടുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ട ദുഃഖകരമായ അനുഭവത്തിലേക്ക് ജീവിതം നീങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. അതാണ് 139 സങ്കീർത്തനത്തിലെ 2-ാമത്തെ 3-ാമത്തെ വാക്യത്തിൽ ദൈവവചനം വെളിപ്പെടുത്തുന്നത്. അവിടുന്ന് എൻ്റെ നടപ്പും എൻ്റെ ഇരിപ്പും എൻ്റെ കിടപ്പും എൻ്റെ വിചാരവും അവിടുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ ഈ കാര്യം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിലെ 13-ാം തിരുലിഖിതം, ഒരു സൃഷ്ടിയും അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ മുമ്പിൽ എല്ലാം അനാവൃതവും വ്യക്തവുമാണ്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 32-ാം അധ്യായത്തിൽ ജെറമ്യാ പുസ്തകം 32-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, കർത്താവേ അവിടുന്ന് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ്, ഓരോരുത്തൻ്റെയും നടപ്പിനും ചെയ്തികൾക്കും അനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ അങ്ങയുടെ ദൃഷ്ടികൾ അവരുടെ പാതകളിൽ പതിഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ്റെയും നടപ്പിനും ചെയ്തികൾക്കും അനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ അവിടുത്തെ ദൃഷ്ടികൾ അവരുടെ പാതകളിൽ പതിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ ജീവിതത്തിന് മേലുണ്ട്. അവിടെ നിന്നൊരു കാര്യം വളരെ ആകാംക്ഷാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയഭാവം എന്ത്? എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം എന്ത്? ഈ ദൈവത്തിന് പ്രിയങ്കരനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഹൃദയഭാവമാണോ എൻ്റെ ഉള്ളിലുള്ളത് എന്ന് ഈ ജീവിക്കുന്ന ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 29-30 തിരുലിഖിതങ്ങൾ, യേശു തൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് എപ്പോഴും കൂടെയുണ്ടെന്നൊരു അനുഭവത്തിൽ ജീവിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് യേശു ഒരു കമൻ്റ് പറയുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-30 തിരുലിഖിതങ്ങൾ. വചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, എന്നെ അയച്ചവൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്. എന്തെന്നാൽ ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. എന്തെന്നാൽ ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം എന്താ? യേശു ഇടത്തോട്ട് തിരിയുമ്പോഴും യേശു വലത്തോട്ട് തിരിയുമ്പോഴും യേശു പ്രാർത്ഥിക്കുമ്പോഴും യേശു പ്രവർത്തിക്കുമ്പോഴും യേശു വിശ്രമിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഒന്നാമത്തെ ദാഹം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമെന്ത്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് സ്വീകാര്യമാകുമോ? ഇതെൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ സന്തോഷിപ്പിക്കുമോ? ഇത് യേശുവിൻ്റെ മനസ്സിൽ യേശു എപ്പോഴും ഒന്നാം സ്ഥാനത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പറയുകയാണ്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, എന്നെ അയച്ചവൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്. കാരണം ഞാൻ അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഇഷ്ടം ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം, ഇതാണോ മുഖ്യ വിചാരം? എങ്ങനെയെങ്കിലും പഠിച്ച് അത് കോപ്പി അടിച്ചാണെങ്കിലും ശരി പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങണം, ഇതാണ് നിൻ്റെ വിചാരം? എങ്ങനെയെങ്കിലും ജോലി പ്രമോഷൻ വേണം, അതിന് കള്ളത്തരത്തിന് കൂടുന്നായാലും കുഴപ്പമില്ല, അത് കൈക്കൂലി കൊടുത്താലും കുഴപ്പമില്ല, അത് ഏത് അളിഞ്ഞ ആളുകളോട് കൂട്ടുകൂടിയിട്ടാലും കുഴപ്പമില്ല, ദൈവം അംഗീകരിക്കാത്തവർ കൂട്ടുകൂടിയിട്ടാലും ശരി ജോലി പ്രമോഷൻ വേണം. ഇതിനു വേണ്ടി നീ പലരെയും പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയും പാപികളുടെ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ നിന്നെ തന്നെ ദൈവത്തിന് അപ്രിയനാക്കി മാറ്റുന്ന രീതിയിലാണ്, അപ്രിയനാക്കി മാറ്റുന്ന വഴികളിലൂടെയാണ് പോകുന്നത് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ്റെ ബാഹ്യമായ വളർച്ചയിൽ നീ ഗൗനിക്കേണ്ട, ഇവനെ ഞാൻ തിരസ്കരിച്ചതാണ് എന്ന് നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു മൊഴി കേൾക്കാതിരിക്കാൻ നീ ഇന്ന് ഗൗരവത്തിൽ നിന്റെ ഹൃദയഭാവത്തെ ഗൗനിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ഗൗരവത്തിൽ നിന്റെ ഹൃദയഭാവത്തെ നീ പരിശോധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 90-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ കണ്ണുകൾ 10,000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്. ആ കണ്ണുകളുടെ മുമ്പിൽ
എൻ്റെ അകൃത്യങ്ങൾ വെളിപ്പെടുന്നല്ലോ. ഹൃദയത്തിൻ്റെ ഒരു കുഞ്ഞു പാപാവസ്ഥയുണ്ടെങ്കിലും, ഹൃദയത്തിൻ്റെ ഒരു കുഞ്ഞു പാപത്തിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും 10,000 സൂര്യനേക്കാൾ ശോഭയുള്ള കർത്താവിൻ്റെ കണ്ണുകൾ മുമ്പിൽ ഒരു കുഞ്ഞു കരട് പോലും തെളിഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് വരുമെന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, എൻ്റെ പൊങ്ങച്ച ഭാവം, എൻ്റെ ഡമ്പ്, എൻ്റെ മേന്മ ഭാവിക്കുന്ന ഭാവം, മേനി പറയുന്ന ഭാവം, ഓ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് തെറ്റൊന്നുമില്ല, ഞാനിങ്ങനെയൊക്കെ ജീവിക്കും. ഇങ്ങനെ സ്വർഗത്തിലെ പിതാവിൻ്റെ മനസ്സിനെ കുറിച്ച് ഗവനിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഈ ജീവിതത്തിൻ്റെ മേൽ അങ്ങയുടെ ആത്മാവിനെ അയച്ച് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യനാകാൻ തക്കവണ്ണം എളിമയുടെയും ദൈവവിചാരത്തിൻ്റെ ഒരു ജീവിതം ഇപ്പോൾ ഈ ദാസന്മാർക്ക് പ്രദാനം ചെയ്യണമേ. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, മകനെ ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പന അനുസരിക്കുകയാണ്, ഇതാണ് നിന്റെ ജീവിത കർത്തവ്യം. ദൈവഭയത്തോടെ ജീവിക്കാൻ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവിൻ്റെ മുമ്പിൽ പ്രതിഫലം തക്കവണ്ണം പിതാവിൻ്റെ ഹൃദയത്തിന് മുമ്പിൽ, പിതാവിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ സ്വീകാര്യമായ ജീവിതം ഉടമയാകാൻ പരിശുദ്ധാത്മാവേ ഓരോ മകനെയും മകളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം സൂക്ഷിച്ചു കൊള്ളുക, മറഞ്ഞിരിക്കുന്നതെന്തും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്, ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി, ഓ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ വിശ്വസ്തത വ്യാപരിക്കാനുള്ള അഭിഷേകം ഇറക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ദൈവമേ, എല്ലാ കപട ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഓ പൊയ്മുഖങ്ങളെല്ലാം അവിടുന്ന് സ്പർശിക്കണമേ. ഒരു ജനുവനായുള്ള ജീവിതത്തിന് ഉടമയാക്കണമേ കർത്താവേ. എല്ലാ കള്ളത്തരങ്ങളെയും തിരിച്ചറിയാനുള്ള ക്രമ നൽകണമേ. ഓ ദൈവമേ, അന്ധകാരം മൂടിയിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. മരണത്തിൻ്റെ നിഴലിൽ ജനം ഒരു പുതുവെളിച്ചം കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.